സാധാരണ ഇതിനെപ്പറ്റി വലിയ പിടിയില്ലാത്തവർക്ക് ചില സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ 2 കുഞ്ഞുങ്ങളെ ഇതുപോലെ ഡെഡിക്കേറ്റ് ചെയ്തപ്പം ആ ഡെഡിക്കേഷൻ പിന്നീട് യൂട്യൂബിൽ കിടന്നു. അപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഞാൻ വായിച്ചു. ഞങ്ങളുടെയൊക്കെ പള്ളി മാമോദീസയുണ്ട് കുഞ്ഞുങ്ങൾക്ക്, ഇവന്മാരിപ്പോൾ ഒരു പുതിയ പരിപാടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക, ഡെഡിക്കേഷൻ. ഇതെവിടെ ഡെഡിക്കേഷൻ ഉള്ളത്? ന്യായമായൊരു ചോദ്യമാണ് അല്ലേ? ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ പുതിയ നിയമസഭയുടെ ഈ പറഞ്ഞ പോലെ 7 ഉപദേശങ്ങളിൽ കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നൊരു വാക്യമുണ്ടോ? ഇല്ല. ഞാനെപ്പോഴും പറയുന്നത് ഇവിടെ പറയും 127 സങ്കീർത്തനം 3-ാം വാക്യം, Psalm 127 verse 3, children are a heritage and a reward from the Lord. Children are a heritage and a reward. മലയാളത്തിൽ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് തരുമ്പം അവകാശമായിട്ടും പ്രതിഫലമായിട്ടും തരുന്നത്. അപ്പം അങ്ങനെ ഉള്ളപ്പം ശരിക്കും നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യം, അതിന് നല്ലൊരു ഉദാഹരണം പഴയ നിയമത്തിൽ ഹന്നയാണ്. ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവൾ ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടൊരു കുഞ്ഞിനെ കൊടുത്തു. പക്ഷെ കുഞ്ഞിനെ കൊടുത്തിട്ടല്ല അവൾ തീരുമാനിച്ചത് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന്. അവൾ ദൈവാലയത്തിൽ വെച്ച് തന്നെ അവൾ ദൈവത്തോടൊരു സമർപ്പണവും ഒരു പ്രതിജ്ഞയും എടുത്ത്, എന്താണ്, എനിക്കൊരു കുഞ്ഞിനെ ദൈവം തന്നാൽ ആ കുഞ്ഞിനെ ഞാൻ കൊണ്ട് ദൈവത്തിന് മടക്കി കൊടുക്കും അല്ലേ? 1 ശമൂവേൽ 1-ാം അധ്യായം 27-28 വാക്യം, 1 Samuel chapter 1 27 and 28. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? I prayed for this child and the Lord has granted me what I asked of him, so now I give him to the Lord. അതാണ് ഡെഡിക്കേഷൻ. എന്താണെന്ന് മനസ്സിലായോ? മലയാളത്തിൽ എങ്ങനെ? ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു അല്ലേ? നമുക്ക് ദൈവം തരുന്ന നന്മയെ നമ്മൾ തിരികെ കൊണ്ടുവന്നിട്ട് പറയാം, കർത്താവേ അങ്ങ് തന്ന ഈ കുഞ്ഞിനെ ദേ അങ്ങേക്ക് തരുന്നു. അപ്പം ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം നമ്മളെ സ്നേഹിച്ച് നമുക്ക് തരുന്ന പ്രതിഫലവും അല്ലേ ഒക്കെ ആവുമ്പം ദൈവസന്നിധി വന്നിട്ട് പറയാം, കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് തന്നെ ഈ കുഞ്ഞിനെ തരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെ വായിക്കുമ്പോൾ, മാർക്ക് ചാപ്റ്റർ 10 verse 13 to 16 അവിടെ ഇരിക്കുന്നത്, അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. കേട്ടോ, അവൻ തൊടേണ്ടതിന്, യേശു ഒന്ന് തൊട്ട് അനുഗ്രഹിക്കേണ്ടതിന് ഒത്തിരി പേര് അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. അമ്മമാരായിരിക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്. പക്ഷേ ശിഷ്യന്മാർക്ക് ഇത് പിടിച്ചില്ല. അവരോ മാറ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് ഇവിടെ വലിയവർക്കുള്ള മീറ്റിങ്ങാണ് അല്ലേ? അവരെ ശാസിച്ചു. പെട്ടെന്നത് യേശു കണ്ടിട്ട് മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, ലീവ് ദം അലോൺ, ലെറ്റ് ദം കം, ബ്രിങ് ദം. എന്താ? അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. എന്നിട്ടെന്താ പറഞ്ഞേ? 15-ാം വാക്യം, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കേട്ടോ, ശിശുക്കളെ വെച്ചൊരു പാഠം യേശു പഠിപ്പിക്കുക മുതിർന്നവരോട്, നിങ്ങൾ തിരിഞ്ഞ് ഇതുപോലെ വരണം. എന്നിട്ട് എന്താ ചെയ്തത്? ആ 16-ാം വാക്യം, പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. നമുക്ക് ആസ് എ ചർച്ച് ദിസ് ഇസ് വാട്ട് വി ക്യാൻ ഡു. നമുക്കും വി ക്യാൻ ബ്ലെസ് ദ ചിൽഡ്രൻ അല്ലേ? ഇന്ന് ആര് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുന്നുവോ ആ കുഞ്ഞുങ്ങളെ നമുക്കും എന്ത് ചെയ്യാം? അവരെ പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹിക്കാം. അല്ലാതെ ഇത് തെളിക്കാനുള്ള വെള്ളമൊന്നുമല്ല കേട്ടോ. പാസ്റ്റർ വലിയ ചൈൽഡ് ഡെഡിക്കേഷൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കപ്പിയാർ കൊണ്ട് വെള്ളം കൊടുക്കുന്നതല്ല, ഒരാൾ കൊണ്ട് തരുന്നു. ഇനി ഇതെല്ലാം പ്രാർത്ഥിച്ച് വല്ലതും തെളിക്കാനാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പം ശിശുക്കളെ നമുക്ക് അനുഗ്രഹിക്കാം, അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാം. ടുഡേ വി ആർ ഗോയിങ് ടു പ്രേ ആൻഡ് ബ്ലെസ് ദോസ് ബേബീസ് അല്ലേ? അപ്പം പേരൻസിനോടും കൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം, എഫീഷ്യൻസ് ചാപ്റ്റർ 6 verse 4, എഫേസ്യർ 6:4. പിതാക്കന്മാർ മാത്രമല്ല, ഇപ്പോഴത്തെ അമ്മമാരും ഒത്തിരി കോപിപ്പിക്കുന്നവരാണ്. പണ്ട് അപ്പന്മാരാ ഈ ചൂടന്മാർ, ഇപ്പം അമ്മമാരും കണക്കാണ്. 2 പേരും കൂടെ മക്കളെ എന്ത് ചെയ്യുക?
കോപിപ്പിക്കാതെ എന്ത് ചെയ്യണം? കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം. This is not the role of the Sunday school teacher or even the pastors. ഇത് പേരൻസ് ചെയ്യേണ്ട കാര്യമാണ്, അല്ലേ? എങ്ങനെ വളർത്തണമെന്ന്? കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ദൈവവചനം പറഞ്ഞു കൊടുക്കേണ്ടത് ആദ്യം പേരൻസാണ്, പ്രിയപ്പെട്ട. അതിൽ ഒരു വാക്ക് ശ്രദ്ധിക്കണം, പിതാക്കന്മാരെ. ഫാദേഴ്സ്, ഐ എം ചലഞ്ചിങ് എവ്രി ഫാദർ ഹിയർ. വിളിക്കുന്ന എല്ലാ പിതാക്കന്മാരോടും പറയാം, നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റവും വലുതാണ്. പലപ്പോഴും ഇതെല്ലാം നമ്മളങ്ങ് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുക. ആർക്കാ? ഭാര്യമാർക്ക് അല്ല. ഉത്തരവാദിത്തത്തിൽ നിങ്ങളാണിത് ആദ്യം ചെയ്യേണ്ടത്. എന്നെ കേൾക്കുന്ന എല്ലാ ഫാദേഴ്സ്, എസ്പെഷ്യലി പേരൻസിൽ ഫാദേഴ്സ്, പിതാക്കന്മാർ ഈ ഒരു ഉത്തരവാദിത്തം ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ബേബി ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നുമല്ല. അവർക്ക് ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തു. അവർ സന്തോഷത്തോടെ നന്ദിയോടുകൂടി ദൈവസന്നിധിയിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു. അവർ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുമ്പോൾ അവരോടൊപ്പം നമ്മളും സ്തോത്രം ചെയ്യുന്നു. അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുകാരാവുന്നു. അതേസമയം അവർക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളെ അവർ തന്നെ, കർത്താവേ ഞങ്ങൾ തന്ന ഈ കുഞ്ഞുങ്ങളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ, ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കർത്താവേ നല്ല മാതൃകളായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് അവരെ നമ്മൾ പ്രാർത്ഥിച്ച്, ആ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സോ ഹൂ ഈസ് ഗോയിങ് ടു ഡെഡിക്കേറ്റ് ദ ബേബി? ഇറ്റ്സ് ദ പേരൻസ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദ പാസ്റ്റർ. എല്ലാ സഭകളിലും പാസ്റ്റർമാരും പട്ടക്കാരും മെത്രാച്ചന്മാരൊക്കെ ആയിരിക്കും, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക രീതി, ആർക്കാണോ ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തത് അവർ തന്നെയാണ് ദൈവത്തിന് നിവേദിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ സമർപ്പിച്ച്, അവർ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ കുഞ്ഞുങ്ങളെ നമുക്ക് അനുഗ്രഹിക്കാം. സോ ഐ കോൾ അപ്പോൺ സുനിൽ കുര്യൻ ആൻഡ് സിസ്റ്റർ അമൽ. ഓക്കെ, കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സ്തുതിക്കാം. ഇവർ രണ്ടുപേരും അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ അവരുടെ പേരൻസും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് സുനിലിൻ്റെ പേരൻസാണ് കുര്യൻ സാമ്പിളും സിസ്റ്റർ സുമ കുര്യനും. അവർ മുന്നോട്ട് വരാം തീർച്ചയായിട്ടും. യു ക്യാൻ ഓൾസോ കം. അതേ സമയത്ത് അമലിൻ്റെ പേരൻസും ഇവിടെയുണ്ട്. അവർ മാത്യു ഫിലിപ്പും സിസ്റ്റർ സെലിൻ ഫിലിപ്പും. നിങ്ങളൊന്ന് മുന്നോട്ട് ഇതിലേക്ക് വന്നാട്ട്. ഓക്കെ, ഐ എം സോ ഗ്ലാഡ് ദിസ് മോർണിംഗ് ടു see them bringing their children and dedicating. Praise the Lord. It's good to be here with everyone, with our parents, and with this church. As Pastor said, we got married almost 11 years ago here in Trivandrum. We also grew up in Trivandrum. And it was a wedding anniversary just 2 days ago. So it's come full circle. Life has come full circle. So just a couple of things I want to share. We had to wait about 7 years for our first child, Samara. So she was an answer to our prayers. It took a long time. Right now it's very difficult, but when you think about the fact that we had to wait, we had to pray, and to be patient to get these children, then, it's easy to go through the sleepless nights and all the trouble. So we praise God for being faithful first. It's only due to His grace, His blessings. It's not, anything that we did or anything that we deserve, but it's an act of God's grace. Second thing I'd say is, as you have kids, you have a lot of hope for them. You want them to be good in a lot of different things, be it their education, financially, but when I pray for these kids, I only pray for one thing, that they would, love the Lord their God with all their heart, with all their mind, and with all their strength. So I think with that, everything takes care of itself, right? If you follow God, if you seek God, everything else will follow that. So with that being said, we want to dedicate our kids to God, to be faithful to their generation as well as the generation after them. So please keep us both in your prayers. Praise God. I thank God that I'm able to stand here with my family and 3 kids, which seemed, many years back, it seemed like it was not possible. It's definitely a testament to everybody's prayers. God, in His mercy, has blessed us and He's heard our prayers. And I thank God
it's only because of him that we have 3 children now, not 1 but 3. And it's his goodness and his faithfulness that just leads us every day, because it's not easy, but God gives us strength for each day. And when we were going through those hard times, he really teaches us to come to to rely just on him and not on, other things. We could easily trust other things, but God really taught us to rely on him and trust him that in his time he will bless us. So I thank God for that. And I also kindly ask for all your prayers so that we can bring them up in God's ways, that they will know and love God and be set apart for him. Amen. Before they dedicate their babies, I want to ask you, both of you, as a servant of God, do you both recognize that these children are gifts from God? And in celebration, do you give thanks for his blessing? Can I say something more? That you are not the owners. They belong to God. And God has trusted you. And that's why he has made you stewards of that children. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വകയല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളവരെ ജനിപ്പിക്കുന്നു, ശരിയാണ്. പക്ഷേ കർത്താവിൻ്റെ വകയാണ്. നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മുടെ കയ്യിൽ കർത്താവ് കുഞ്ഞുങ്ങളെ കാലാകാലങ്ങളിൽ തരുന്നേ ഉള്ളൂ. വിശ്വസ്തയോടെ നല്ല സാക്ഷിയായി കുഞ്ഞുങ്ങൾ മുമ്പിൽ ജീവിച്ച് അവരെ കർത്താവിന് കൊള്ളാവുന്നവരായി നിത്യ രാജ്യത്തിന് അവകാശികളാക്കി നമ്മൾ അവരെ തീർക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ കയ്യിലോട്ട് കുഞ്ഞുങ്ങളെ തരുന്നത്. സോ യു റെക്കഗ്നൈസ് ദാറ്റ്. നമ്പർ 2, do you pledge as their parents that by God's grace will you raise these children in the discipline and instruction of the Lord, that you might bring glory to God and blessing to others? Do you pledge as parents? Do you do that? Yes. Number 3, we in House of Prayer believe that our children will be what they see. It's not what they hear, what they learn. They will be what they see. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെന്ത് കാണുന്നതോ അത് ആയിത്തീരും. അതിൻ്റെ അർത്ഥം അവർ കേൾക്കുന്നതല്ല അവരായിത്തീരുന്നത്, അവർ പഠിക്കുന്നതല്ല, അവർ കാണുന്നത് എന്താ. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് വീട്ടിൽ പേരൻസിനെയാണ്. അപ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കയ്യിൽ ദൈവം തരുന്നത്. സോ ആർ യു കമ്മിറ്റഡ് ടു ഗോഡ്? ബൈ ഗോഡ്സ് ഗ്രേസ് live out a life that your children can imitate, living out the truth of the gospel day by day, both in your home and in public. തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ now it's time for you both to just be together and pray and dedicate your babies. Okay? നമുക്കെല്ലാവരും ഒരു നിമിഷം നിങ്ങളിരുന്ന നിങ്ങളുടെ ഒന്ന് പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും ഇരിക്കുക. എഴുന്നേക്കണ്ട, എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരുന്ന് ഇതിൽ പങ്കെടുക്കുക. God, Father, we come into your presence, Lord Jesus. We come into your presence, Lord Father. We say that you are King, Lord Father. You are the Lord of Lords. Father, we submit both our children to you, Lord Father. We submit Nora and Zachariah into your hands, Father. You are the Father who you bless people, and your blessings. People are blessed for 1,000 generations, Lord God, Father. You are a covenant-keeping God, Lord Father. We pray that you bless these 2 kids, Lord God, and that you make them go in the way that you want them to go, Father. We pray that you will circumcise their hearts, Lord, with love for you, Lord Father. That above and beyond everything else, Lord Father, that they will love you, Lord God, with all their hearts, Lord God. We pray that they will walk in your ways, Lord God, when they're young, when they're middle-aged, and when they're old, Lord Father. Father, we submit them for your kingdom, Lord Father. They'll work for the extension of your kingdom, Lord God, Father. In whatever they do, Lord Father, let them be known as people who love you, Lord, amongst their generation, Lord God. Once again, Lord, we thank you for everyone here, Lord. We thank you for our parents, Lord God. Hallelujah. We thank you for
this church, Lord, this land, Lord God, Father, everything that you have given us, Lord God, everything that we have is from you, Lord. In your precious name we pray. Amen. നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നമ്മുടെ വലം കരങ്ങളെ ഈ കുടുംബത്തിന് നേരെ നീട്ടി ആ രണ്ട് കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് അനുഗ്രഹിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഐ വോണ്ട് ഓൾ ഓഫ് യു ടു സ്ട്രെച്ച് ഫോർത്ത് യുവർ റൈറ്റ് ഹാൻഡ് ടുവേർഡ്സ് ദം ആൻഡ് സേ എ പ്രെയർ ഓഫ് ബ്ലെസ്സിങ് ഓവർ ദ ഫാമിലി ആൻഡ് എസ്പെഷ്യലി ദ ടു വണ്ടർഫുൾ കിഡ്സ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് വായി തുറന്നാട്ടെ. എല്ലാവരും വായി തുറന്ന് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, ഈ കുടുംബത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ആ കുഞ്ഞുങ്ങളെ ഇന്ന് അവർ കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അവർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ഭയത്തിലും പഥ്യോപദേശത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ ഉള്ള കൃപ ജ്ഞാനം കർത്താവ് കൊടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോർഡ്, ഇൻ യുവർ നെയിം മാസ്റ്റർ, oh, we come together as a church family and bless these wonderful children, Lord, who were dedicated today, Lord. Nora, Mariam Kurian and Zachariah Samuel Kurian. ആ രണ്ട് കുഞ്ഞുങ്ങളെയും in the name of the Father, Son and the Holy Spirit, we pronounce a blessing upon them. Not only they will be blessed, they will be a blessing indeed for many, Lord. Protect them from the evil one, Master. Let your guardian angels be always watching and guarding over them, Master. Thank you, Lord. Let them know you as their personal Savior when time comes up, Lord. We pray for Samara Kurian also, the elder one. We bless her, Lord. Lord, we pray for Sunil and Amal, a very special prayer this morning because they need a lot of grace. Let them never raise up these younger ones just as they raised the older one because, Lord, they need grace every day, fresh manna every day, so that they will receive from you, the wisdom from you, Lord, to raise up these children, Lord. കർത്താവെ, ഞങ്ങൾ അവർ രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും കർത്താവ് വളർത്തിക്കൊണ്ടുവരാനുള്ള ദൈവകൃപ, ഉയരത്തിലെ ജ്ഞാനം, അഭിഷേകം കൊടുത്ത് നിന്റെ മക്കളെ സഹായിക്കണമേ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചയക്കുന്നു. അവരുടെ പേരൻസിനായിട്ടും സ്തോത്രം, അവരുടെ സിബ്ലിങ്സിനായിട്ടും സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടപ്പാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ.